my friends, welcome back to another episode of Juby's vlog. അപ്പം ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. പ്രത്യേകിച്ച് പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല, ബിക്കോസ് ലാസ്റ്റ് November 3 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. ഏകദേശം നല്ലൊരു തുകയൊക്കെ കളഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്ത് എന്താണെങ്കിലും ബിരിയാണി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ നാടൻ സ്റ്റൈൽ ബിരിയാണി എല്ലാം ഉണ്ടാക്കി ഏകദേശം മടുത്തു. അപ്പം ഗൈസ് ഞാൻ ഇന്ന് ഓർത്തൊരു തമിഴ്നാട് സ്റ്റൈൽ തലപ്പാക്കെട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ബിരിയാണിക്ക്, നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ആദ്യം മസാല ഉണ്ടാക്കി, പിന്നെ ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചു, മസാല ഉണ്ടാക്കി, മസാലക്കകത്തേക്ക് ചിക്കൻ ഇട്ടു, അതൊരു ഗ്രേവി ആക്കി, പിന്നെ അല്ലാണ്ട് റൈസൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇത് വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയെല്ലാം നന്നായിട്ട് വാട്ടി, ഏകദേശം ഇഞ്ചി പച്ചമുളകും ഉള്ളിയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വാട്ടി, അതിലേക്ക് തന്നെ ചിക്കൻ ഇടുന്നു, മസാലാസ് ഇടുന്നു, അതിലേക്ക് തന്നെയാണ് നമ്മൾ ചോറ് ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് സോ സിംപ്ലിഫൈഡ് ആണ്. എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണാം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്താം. അതിനുള്ളിൽ കിടക്കുന്ന വലിയ ഉള്ളി, അതായത് സവോള, പിന്നെ മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിലേക്ക് വരുന്ന നെക്സ്റ്റ് താരം എന്ന് പറയുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മിക്സിയുടെ ഗ്രൈൻഡ് ചെയ്യുന്ന ജാറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിലാക്കി. അപ്പൊ അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ നെയ്യല്ല ഇതിലേക്ക് ഒഴിച്ചത്. ഫസ്റ്റ് ഈ പാത്രം ഞാൻ അങ്ങോട്ട് വെച്ചു. ഈ പുതിയ പാത്രം ഇട്ടോ, ഞാൻ അസ്തേന്ന് വാങ്ങിയതാണ്. അപ്പൊ ഈ പാത്രം അങ്ങോട്ട് വെച്ചു. അതിലേക്ക് കുറച്ച് നല്ല എണ്ണ അങ്ങോട്ട് ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഗ്രേവി അങ്ങോട്ട് മിക്സ് ചെയ്തു, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. അതിന് ഏകദേശം ഒന്ന് മൂത്തെന്ന് തോന്നിയപ്പം മല്ലിയിലയും പുതിനയിലയും നമ്മുടെ സവോളയും കൂടെ അങ്ങോട്ട് ഇട്ട്, ഇത് കണ്ടില്ല നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല, ഞങ്ങൾക്ക് 4 പേർക്ക് കേട്ടോ. അപ്പൊ ചെറിയ കുട്ടിയും കൂടെ കഴിക്കുന്നുണ്ട്, ബിരിയാണി ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് മതി. അതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് അരിയാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, ആദ്യം അരിയല്ല കേട്ടോ. ഇത് ഏകദേശം എന്ത് ചെയ്യുമ്പോൾ അതിലേക്ക് മസാലാസ് ഇടണം. ഞാൻ ബിരിയാണി മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഒരു 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ബിരിയാണി മസാല ഒരു 2 ടീസ്പൂൺ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലേക്ക് ഇങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ, നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ യോജിപ്പിച്ചൊന്ന് അടച്ചു വെക്കുക. അത് ഏകദേശം ഒന്ന് ഒരു 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ വെള്ളം വാച്ചിയെടുത്ത റൈസ് ഇടുക. ആ റൈസ് 1.5 ഗ്ലാസ് ആവുമ്പം 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഓക്കെ, ഇതാണ് പ്രോസസ്സ്. എനിവേ ലെറ്റ്സ് സീ ദാറ്റ്. അപ്പം ഗൈസ് ഞാൻ മസാല ഇടാൻ പോവാണ്. അപ്പം മസാല ഇടുമ്പോഴത്തേക്ക് നോക്ക്, പുറകിൽ ഒരാൾ ഇരിക്കുന്നുണ്ടോ? ബിരിയാണി ആയിട്ടില്ല കേട്ടോ കുഞ്ഞാ, ബിരിയാണി വേണോ? അപ്പൊ എന്താണ് മസാല ഇടാം. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതുകൊണ്ട് മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിച്ചിടാൻ ശ്രമിക്കുക. എന്താ, ഞാൻ ഈ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് പറയാം ഗരം മസാല, അതും ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ, ഞാൻ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടാറില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ഇടുന്നത്. ഓക്കെ, ഇത്രയും മതി. ഇത് മാത്രമാണ് നമ്മൾ ആകെ ഇടുന്ന മസാല കൂട്ട്. ഓക്കെ, ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ അതിലേക്ക് ചിക്കൻ ഇടുകയാണ്. ഞാൻ ആകെ 1/2 കിലോ ചിക്കനേ ഇടുന്നുള്ളൂ. അപ്പം അത്ര മതിയാവും ഞങ്ങൾക്ക് ഏകദേശം 2 നേരം കഴിക്കാനുള്ള ചോറ്. അപ്പം അത് നമ്മൾ ചോറിനെക്കാളിലും കൂടുതൽ ചിക്കൻ ഇടേണ്ട ആവശ്യമില്ല. ചോറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കറക്റ്റ് ലെവലിൽ ചിക്കൻ ഇട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ ഇത്രയും ചിക്കനെ ഇടുന്നുള്ളൂ. അപ്പം ഇത് ഇത്രയും ഇളക്കി വൃത്തിയാക്കി നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. എൻ്റെ ചുമ ഓൺഗോയിങ് ആണ്, ഇതുവരെ ഏകദേശം കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഓഫ്കോഴ്സ് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമയും മേലായിയൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഞാൻ ഇതെന്താണ് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കട്ടെ. പിന്നെ ഇതുപോലെ ഒരു 1/2 നാരങ്ങ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെല്ലാം, എപ്പോഴും ഞാൻ ഫെയിലാവുന്ന ഒരു കാര്യം കേട്ടോ, എനിക്ക് നാരങ്ങ ഫുള്ള് പിഴിഞ്ഞിറക്കാനുള്ള ഒരു സംഭവം അറിയില്ല. എന്തായാലും ഞാൻ പറ്റുന്ന പോലെ എല്ലാം പിഴിഞ്ഞ് നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇതും കൂടെ കഴിഞ്ഞിട്ട് മൂടി അങ്ങോട്ട് വെക്കുകയാണ്, മൂടി അങ്ങ് വേവിക്കാം കേട്ടോ. ഹലോ ഗായ്സ്, ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു. അപ്പം ഞാൻ അടുത്ത അരി അങ്ങോട്ട് ഇടുകയാണ്. ഓക്കെ,
അപ്പം അതിനകത്തേക്ക് ഞാൻ ആവശ്യമുള്ള വെള്ളമൊക്കെ ഇനി ഒഴിക്കട്ടെ കേട്ടോ. ഞാൻ ഈ ഗ്ലാസ്സിനകത്താണ് അരി എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഗ്ലാസ്സിനകത്ത് 1.5 ഗ്ലാസ് അരി എടുത്തു. അപ്പം നമ്മളൊരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി നമ്മുടെ താരം എന്ന് പറയുന്നത് ഞാൻ എടുത്ത 3 ഗ്ലാസ് വെള്ളം. സി, അപ്പം ആദ്യം ഓർക്ക് ഇങ്ങനെയുള്ള വെള്ളമൊക്കെ ഒഴിച്ച് എന്തായി തീരുമെന്ന്. പക്ഷേ ഞാൻ ഉറപ്പ് പറയാണ്, നല്ല 1-ാം തരം ബിരിയാണി വരും. മസാലയൊക്കെ കൊണ്ട് കുഴഞ്ഞിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടെ മല്ലിയിലയും കുറച്ചുകൂടെ മറ്റേ പുതിന ഇലയും കൂടെ ഇടണം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും പിന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ മൂടി വേവിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. ഹലോ ഗായ്സ്, ഞാൻ ഏറ്റവും വലിയൊരു കാര്യം മറന്നേക്കാണ്. ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിടാൻ പോവാണ്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ എടുക്കുന്ന അരി എത്രയാണോ ചിക്കൻ എത്രയാണോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിടാൻ മറക്കരുത്. ഞാൻ എന്തായാലും ഇപ്പോൾ ഓർത്ത നല്ല അരി വെന്തിട്ടായിരുന്നെങ്കിൽ നല്ല ബോറായന് കേട്ടോ. ഏകദേശം വെന്ത് വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇനിയും വെള്ളം വറ്റാനുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ, കുറച്ച് നേരം കൂടെ. ആ സമയത്ത് ഞാൻ എൻ്റെ പാത്രം കഴുകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലെറ്റ്സ് വെയിറ്റ് സം മോർ ടൈം. ബിരിയാണി പ്രിപ്പറേഷൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാതായിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുന്നേ ഉള്ള അതിൻ്റെ ഒരു ലുക്ക് കാണിച്ചു തരാം. പിന്നെ വിളമ്പിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ് ഡിയേഴ്സ്, ഇതാണ്. ഞാൻ ആ പാത്രത്തിൽ നിന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ മസാലയും പുതിനയിലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് ആ വരുന്ന ഒരു സ്മെല്ല് തന്നെ നല്ല ഒരു കുളിർമയാണ് നമുക്ക്. എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞ ബിരിയാണി വെച്ചാൻ പോണോ? വെക്കാണമ്മയുടെ എന്തിനാ ഇതെല്ലാം ബിരിയാണി എല്ലാം കുഞ്ഞ കഴിക്കോ? ഇതാണ് ഫൈനൽ ഔട്ട്കം. നിങ്ങൾക്ക് തോന്നും ഇത് കുഴഞ്ഞിരിക്കുന്നതാന്ന്, പക്ഷെ ഇത് ശരിക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കേണ്ടതാണ്. അപ്പൊ ഈ കുഞ്ഞ് ഇതെല്ലാം കൂടെ കഴിക്കത്തൊന്നുമില്ല. ഇത് ശരിക്കും വാപ്പിക്ക് വിളമ്പിയാണ്. വാപ്പി ഒരിക്കലും ആക്ച്വലി ഹി ഡസൻ ലൈക്ക് ടു ബി ഇൻ ദ യൂട്യൂബ്. സോ ഞാനതുകൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നില്ല ഹിസ് വീഡിയോ. അപ്പം ഞാൻ എന്താണല്ലോ അതിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിക്കിളും. ഇത് ഞാൻ നെല്ലിക്ക പിക്കിൾ ഞാൻ ഉണ്ടാക്കിയതാണ്. അത് ശരിക്കും വാങ്ങിച്ച ജിഞ്ചർ പിക്കിളാണ് കേട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ ക്വിക്കായിട്ട് എടുക്കാൻ തോന്നിയതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അത് ശരിക്കും നമ്മുടെ വീഡിയോയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന തന്നെ ഒരു വലിയ ഘടകമായിരിക്കും. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുന്നവർക്കും ഞാനൊരു തംസ് അപ്പ് വരും. ബിക്കോസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ വീടിൻ്റെ ബാക്ക് നോക്കൂ, ഇപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടമാണ്. അപ്പോൾ ഇലകളെല്ലാം കൊഴിയുന്ന സമയമാണ്. അപ്പം മേളിൽ ഞങ്ങൾക്ക് മെയിൻ മരം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാ ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ ഞങ്ങളുടെ ബിന്ന്, അതായത് ഞങ്ങളുടെ വേസ്റ്റ് ബിന്നൊക്കെ ഞങ്ങൾ പുറകിൽ വീടിൻ്റെ പുറത്തായിട്ട് വെക്കുമായിരുന്നു. ഇപ്പോൾ അകത്തേക്ക് കയറ്റി വെച്ചു. ബിക്കോസ് ലാസ്റ്റ് ടൈം ഞങ്ങളുടെ ഒരു ബിൻ മിസ്സായി. അത് പിന്നെ ഞങ്ങൾ അകത്താണ് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. സീ യു ഓൾ, ടേക്ക് കെയർ, ബൈ.